നമ്മൾ അസോള വളർത്താനായിട്ട് നോക്കുന്നുണ്ട്. പക്ഷേ പോയി എടുക്കാനായിട്ട് ഇത്തിരി സമയക്കുറവ്. അപ്പോൾ ഇതിനെ പറയുന്നത് ഡക്ക് വീടെന്നാണ്. ഇതും കോഴികൾ തിന്നോളും. അപ്പോൾ നമ്മുടെ കാപ്പിരിക്കൂട്ടങ്ങൾക്ക് ഞാനിതൊന്ന് പരീക്ഷിക്കാൻ പോവാം. അപ്പോൾ അത് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു. കാപ്പിരിക്കൂട്ടങ്ങൾ ഒരു മാസം ആവാറായി. നമ്മൾ ഇത്രയും എടുത്തിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമ്മൾ കുറച്ചല്ല ഒരു മുട്ട പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അതും കൂടെ അതിൽ ആഡ് ചെയ്തിട്ട് നമുക്കൊന്ന് തീറ്റിക്കാൻ പറ്റുമോ നോക്കട്ടെ. 2 കഷ്ണം മുട്ട, പിന്നെ ഇത് ഈ പായൽ. അപ്പോൾ ഇതാണ് തീറ്റ. നമുക്ക് ഇതൊന്ന് അവർക്ക് കൊടുത്തൊന്ന് ശീലിപ്പിച്ച് നോക്കാം. ഇതാണ് കേട്ടോ അവരുടെ തീറ്റ. ഇത്രയും കുഞ്ഞുങ്ങളുണ്ട്. ഞാൻ വല്ലപ്പോഴും മാത്രം വന്ന് കാണുകയാണ്. അപ്പോൾ അത്ര ഇണക്കമുള്ള ഐറ്റംസ് ഒന്നുമല്ല. കാരണം ബ്രൂഡറിലിരുത്തി വളർത്തിയിട്ട് പിന്നെ വല്ലപ്പോഴും മാത്രം ഇതാവുമല്ലേ. അപ്പോൾ ഇവർക്ക് ഞാൻ ഇതിലേക്കൊരു മുട്ട എന്തായാലും ആദ്യം ഒരു മുട്ട പൊടിച്ചിട്ട് നോക്കട്ടെ. ശരിക്കും ഇതെന്താണെന്ന് വെച്ചാൽ മുട്ട പ്രോട്ടീൻ റിച്ച് ആണ്. നമുക്ക് പുഴുമന്തി ഉണ്ടാക്കി കൊടുക്കാനുള്ള സൗകര്യമൊന്നും ഇല്ല. അതാണ് ശരിക്ക് മറ്റേ BSF ലാർവേനൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. ഇതിവിടെ ഇരിക്കട്ടെ. നമുക്കിതിൽ ഇനി പായൽ ആഡ് ചെയ്യാം. ഇത് കഴിച്ചിട്ട് ഇവർക്ക് എന്തെങ്കിലും പറ്റുമോ എന്ന് നമുക്കറിയില്ല. എന്തായാലും തൽക്കാലം ഇത്രയ്ക്കൊന്ന് ആഡ് ചെയ്തിരിക്കട്ടെ. ഇതവർ കഴിക്കുകയാണെങ്കിൽ നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്യാം. എന്തായാലും കൂട് തുറന്നു വിടാം. സഹായത്തിന് അമ്മയുണ്ട്. അപ്പം അങ്ങനെയൊന്നും അവർ പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് ഓരോന്നിനും എടുത്തിടണം. ആള് ഇറങ്ങിയ സമയം തന്നെ ഈ പാത്രത്തിലേക്ക് നോക്കിക്കണ്ടല്ല. തിന്നുണ്ട് കേട്ടോ, തിന്നുണ്ട്. ആ മുട്ട തിന്നുണ്ട്. കാപ്പിരി മാത്രം എത്ര എണ്ണം ഉണ്ടെന്ന് തന്നെ ചോദിക്കും. ഒരാൾ തിന്നുണ്ട് കേട്ടോ. ഒരാൾ തിന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ബാക്കിയുള്ളവർ തിന്നും. അയാൾ മുട്ട പോയതാ തിന്നണേ. 6 കാപ്പിരിയാ 12 എണ്ണത്തില്. അപ്പൊ 6 കാപ്പിരി അവര് കിട്ടിയതും കൊണ്ടേ അപ്പുറത്തേക്ക് പോയി തിന്നോണ്ടിരിക്കുക. എന്താണ് ബാത്റൂമിൽ പോവും. അതും അടച്ചോ? ക്ലോസറ്റിൽ വീഴും അല്ലെങ്കിൽ? വേണ്ട, അവര് തിന്നുണ്ട്. നമുക്കേ ഇതിന്റെ പിന്നാലെ കുറച്ച് പോവാം. എന്നിട്ട് അമ്മ അത് അടയ്ക്കണ്ട. അമ്മ അപ്പുറത്തേക്ക് പോയി, അല്ലെങ്കിൽ അവരങ്ങോട്ട് ചാടി പോവും. അവരിങ്ങോട്ടാക്കിയ മുട്ട കിട്ടിയതും കൊണ്ട് അവർ ഓടുകയാണ്. ഇവിടെയുള്ള അതിൽ പെട്ട അതാ കൂടടച്ചിട്ട. ഇതെന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാലേ, ഇവിടെ നിന്ന് കിട്ടിയതും കൊണ്ട് കോഴികൾ അങ്ങനെയൊക്കെ കിട്ടിയതും കൊണ്ട് അപ്പുറത്തേക്ക് ഓടിയിട്ട് അവിടെ പോയിട്ടാണ് അവരുടെ തീറ്റ. അതാണ് നമുക്ക് ഇതിലെ സ്പേസ് തീരണ വരെ ഇവരുടെ പിന്നാലെ നടക്കാം. എന്നിട്ട് ഞാൻ അവിടെ വെച്ച് അത് കട്ടാവും, അപ്ലോഡ് ചെയ്യാം. അവരിങ്ങോട്ടൊന്നും തിന്നാൻ വരുന്നില്ല. ഇതിങ്ങനെ കാണിച്ചു കൊടുത്തിട്ടും കാര്യമില്ല. ഇതൊക്കെ ഇപ്പോൾ ഒരു പ്രശ്നമുണ്ട് കേട്ടോ. ഇങ്ങനെ നമ്മുടെ ബാത്റൂമിലേക്കുള്ള വഴിയാണോ ഒക്കെ കാഷ്ടിച്ചൊരുവിധം ആക്കിയിട്ടുണ്ട്. അവരത് തിന്നാനായിട്ട് വരുന്നില്ല. അവരാ മൂലക്കേക്ക് മാറി നിൽക്കുക. എന്തായാലും മൊത്തത്തിൽ തിന്നുണ്ട്. ഈ മുട്ട ഞാൻ തിന്നും. എന്തായാലും അത് അവരവിടെ ബാക്കി വയ്ക്കാനാ ചാൻസ്. കാരണം എന്താണെന്ന് വെച്ചെങ്കിൽ ഇവരിട്ടിരുന്ന ബ്രൂഡറിൽ തൊട്ടപ്പുറത്ത് ടർക്കി കുഞ്ഞുങ്ങൾ വിരിഞ്ഞിറങ്ങിയതിന് വേണ്ടിയിട്ട് നമ്മൾ ലൈറ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ ഫുള്ള് വെളിച്ചുണ്ട് ആ ബ്രൂഡറിൻ്റെ ഉള്ളിൽ. അപ്പോൾ അവർ നന്നായിട്ട് തീറ്റി എടുത്തിട്ടുണ്ടാവണം. ഞാൻ കാണിച്ചു തരാം. അതും കൂടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താം. നമ്മുടെ ബ്രൂഡറാണ്, തുറന്ന് കാണിച്ചു തരാം. ബ്രൂഡറിലേക്കുള്ള വീഡിയോ ഞാൻ വേറെ എടുത്തിട്ടുണ്ട്. കണ്ട കുഞ്ഞുങ്ങൾ അത്യാവശ്യം ഇറങ്ങിയിട്ടുണ്ട്. വിശദമായിട്ടുള്ള ഡീറ്റെയിൽസ് ഞാൻ പിന്നെ തരാം.
അമ്മ 6 കാപ്പിരിയാണ് എണ്ണിയത്. 6 കാപ്പിരിയിൽ എനിക്ക് ആ ഒരു ചാരക്കാപ്പിരിയേ ഉള്ളൂ. അത് പോവുമെന്ന് അറിയില്ല, വളർന്ന് കിട്ടുമെന്ന് അറിയില്ല. എന്തായാലും പിന്നെ ഒരു വെള്ളക്കാപ്പിരി ഉണ്ട്, അത് രണ്ടും പെടയാൽ മതിയായിരുന്നു. എന്താണ് തിന്നണേ? നീ എന്താ തിന്നണ? മുട്ടത്തൊണ്ട് കിട്ടിയിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട് അവൾക്ക്. അല്ല, മുട്ടത്തൊണ്ടല്ല, ചെറുതാ, ഞാൻ തെറ്റിദ്ധരിച്ചു. ഇത് ഇവിടെ തിന്നാൻ ഒരുപാടുണ്ട്, പക്ഷെ അവർ ശ്രദ്ധിക്കണില്ല. ഇവർ വെച്ച് കൊടുക്കണത് ശ്രദ്ധിക്കണില്ല. അതാണ്, ഒരു കഷ്ണം ഒരാൾക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതും കൊണ്ട് വേറെ പോവുക. പാത്രം നിറച്ചും ഇതാ മുതലെന്ന് അവർക്ക് അറിയണില്ലല്ലോ. ആ ആ ആ ആ ആ ആ ആ ആ ആ ഒരെണ്ണം കിട്ടിയപ്പോൾ അതും കൊണ്ട് അവൾ ഓടി. അവളോ അവനോ. പായൽ തിന്നണില്ല എന്നുണ്ട് കേട്ടോ. തിന്നണ്ട. എന്തായാലും ഇതിങ്ങനെ കുറച്ചും കൂടെ ഇതിൽ കാണിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നിങ്ങളുടെ സമയം അത് ഒരാൾ കൊത്തി കഴിഞ്ഞാൽ അതിൻ്റെ പിന്നാലെയാണ് ബാക്കി. ഇതിലുള്ളത് അവർ അറിയണില്ല. അതെ, എന്തായാലും തൽക്കാലം വീഡിയോ നിർത്തുകയാണ്. എന്തായാലും ഇവരിത് പെട്ടെന്ന് തിന്നില്ല. ഇങ്ങനത്തെ തീറ്റ കൊടുക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ഇട്ടെടുത്ത് വൈകുന്നേരം വരെ അത് തീറ്റ ഇരിക്കരുത്. വെറ്റായിട്ടുള്ള തീറ്റ, നനഞ്ഞിട്ടുള്ള തീറ്റ പെട്ടെന്ന് തന്നെ തീരണം. ഇപ്പം ഇത് അവർ തിന്നില്ലെങ്കിൽ ഇത് ഞാൻ വല്ല കോഴിക്ക് കൊണ്ടു കൊടുക്കും. വലക്കൂട്ടിലേ 5 കോഴി മുട്ടയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ തൽക്കാലം നിർത്തുകയാണ്, അല്ലെങ്കിൽ ഇനി വീഡിയോയുടെ ലെങ്ത്ത് കൂടും. അപ്പോൾ ഞാൻ ചെയ്യാൻ പോണത് ഇത് അവർ കുറച്ചൊക്കെ തിന്നുന്നുണ്ട്, അവർക്ക് ശീലമായിട്ടില്ല, ആദ്യമായിട്ട് കൊടുക്കണതാണ്. അപ്പോൾ പിന്നെ ഞാനുമായിട്ട് ഇണങ്ങിയിട്ടില്ലല്ലോ. അപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതവർ കുറച്ച് നേരം കൊണ്ട് തിന്നില്ലെങ്കിൽ ഇതുകൊണ്ട് വലിയ കോഴികൾക്ക് ഇട്ട് കൊടുക്കും. പിന്നെ ബാക്കി വന്ന് ഈ മുട്ട ഞാൻ എടുക്കുകയാണ്. എൻ്റെ കയ്യിൽ ആ പായൽ വാരിയൻ്റെ ചേട്ടാ, ഇത് ഞാൻ തിന്നാൻ പോവാം.